നിലമ്പൂർ നഗരസഭയുടെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് യോഗം LDF പ്രതിനിധികൾ ബഹിഷ്കരിച്ചു. നഗരസഭയുടെ ആസൂത്രണ സമിതി ഏകപക്ഷീയമായി പുനഃസംഘടിപ്പിച്ചു എന്നാരോപിച്ചാണ് ഇടതുമുന്നണിയുടെ പ്രതിഷേധം. എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും പുതിയ വാർഷിക പദ്ധതി രൂപീകരണം ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുബന്ധ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നിലമ്പൂർ നഗരസഭ 2010 നിലമ്പൂർ നഗരസഭയാകുന്നത്. ഈ 10 മുതൽ ഈ കാലം വരെ, കഴിഞ്ഞ വർഷം വരെ ഇതിൻ്റെ ആസൂത്രണ സമിതി സാധാരണ എല്ലാ വിഭാഗം ആളുകളെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആസൂത്രണ സമിതിക്കാണ് എല്ലാ കാലം രൂപം കൊടുത്തത്. അതിനകത്ത് രാഷ്ട്രീയ പക്ഷഭേദം കാണിക്കാറേയില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ ആസൂത്രണ സമിതിയിൽ കോൺഗ്രസിൻ്റെ ശ്രീ VA കിരീം, ശ്രീ പാലോളി മെഹബൂബ്, അഡ്വക്കേറ്റ് ഷെറി, മുസ്ലിം ലീഗിന് നഗരസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പോലും ലീഗിൻ്റെ മുനിസിപ്പൽ പ്രസിഡന്റിന് ഉൾപ്പെടെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സാധാരണ നമ്മൾ ഈ സമിതി രൂപീകരിച്ചത്. പക്ഷേ ഈ വർഷം അധികാരത്തിൻ്റെ വന്ന UDFൻ്റെ വലിയ അഹങ്കാരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏകപക്ഷീയമായി ആസൂത്രണ സമിതിയെ UDF സമിതിയാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ അതിനകത്ത് യാതൊരു ആക്ഷേപവുമില്ല. ഈ നഗരസഭയിൻ്റെ പദ്ധതി രൂപീകരണം സാധാരണ നിലക്ക് UDFും അതിൻ്റെ ബന്ധപ്പെട്ട ചെയർപേഴ്സണൊക്കെ ആയിരിക്കും സാധാരണ മുന്നോട്ട് കൊണ്ടുപോകുക. അത് ആ നിലക്ക് തന്നെ കൊണ്ടുപോട്ടെ. പക്ഷേ ജനാധിപത്യത്തെ ആകെ തകർത്തുകൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിന് ഞങ്ങൾ മാത്രം മതി എന്നുള്ള നിലപാടുമായി UDF, പ്രത്യേകിച്ച് നഗരസഭയുടെ ചെയർപേഴ്സൺ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യവും നിലമ്പൂരിലെ ഇടതുപക്ഷത്തിനില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം പോലും ബഹിഷ്കരിക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടെത്തിച്ചത്. നഗരസഭ രൂപീകൃതമായ 2010 മുതൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് ആസൂത്രണ സമിതി പ്രവർത്തിച്ചിരുന്നതെന്ന് LDF നേതാക്കൾ പറഞ്ഞു. മുൻകാലങ്ങളിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ് പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തന ശൈലിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിലെ UDF ഭരണസമിതി രാഷ്ട്രീയ മുൻവിധിയോടെ ആസൂത്രണ സമിതിയെ ഒരു UDF സമിതിയായി മാറ്റിയെന്നും ഇവർ ആരോപിക്കുന്നു. ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ടും പ്രതിപക്ഷത്തെ അവഗണിച്ചുകൊണ്ടും മുന്നോട്ടു പോകുന്ന നഗരസഭാ ചെയർപേഴ്സന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പദ്ധതി രൂപീകരണ യോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്ന് LDF വ്യക്തമാക്കി. വികസന കാര്യങ്ങളിൽ സർവകക്ഷി പങ്കാളിത്തം ഉറപ്പാക്കുന്ന മുൻകാല രീതി അട്ടിമറിക്കപ്പെട്ടതായി നേതാക്കൾ കൂട്ടിച്ചേർത്തു. SS Gold, pure gold. SS Group, Nilambur.